ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. 2026 അടുത്ത വർഷത്തിലേക്ക് കടക്കാനായി കുറച്ച് ദിവസങ്ങൾ മാത്രം. കുറച്ച് കാര്യങ്ങൾ അതിനായി നമുക്ക് ശ്രദ്ധിച്ചാലോ? നാം അടുത്ത ഇയറിലേക്ക് കടക്കുമ്പോൾ ഇവിടെ വിട്ടിട്ട് പോകേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിൽ ക്ലീനപ്പ് ആക്കേണ്ട സാധനങ്ങൾ, ഫോണിൽ ക്ലിയർ ആക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ഈ ഒരു ഇയറിൽ വിട്ടിട്ട് പോകാം. അതായത് നമ്മുടെ വീട് ഡീക്ലട്ടറിങ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ മനസ്സും ശരീരവും നെഗറ്റീവായിട്ടുള്ള ആളുകളെയും ഒഴിവാക്കാം. മിനിമലിസം പ്രാക്ടീസ് ചെയ്യാം. പുതിയ വർഷം തുടങ്ങുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നാം അപ്ഡേറ്റഡ് ആയിരിക്കുക, എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, ഡ്രീംസ് കാണുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, നമുക്ക് കോൺഫിഡൻസ് തരുന്ന ബുക്സ് വായിക്കുക, എല്ലാ ദിവസവും 1 ഹവറെങ്കിലും സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അതിനോടൊപ്പം തന്നെ ഇനി പറയുന്ന കാര്യങ്ങളും കൂടി ഫോളോ ചെയ്യുക. ഒന്നാമതായി, നമ്മൾ ഉപയോഗിക്കാത്ത ഡ്രസ്സ് അല്ലെങ്കിൽ അതുപോലെ കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. പഴയതായിട്ടുള്ള കാര്യങ്ങൾ അതല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം നമുക്ക്. അതുപോലെ തന്നെ ഉപയോഗിക്കാത്ത ബുക്സ് ഉണ്ടാകും, ഓൾഡ് പേപ്പേഴ്സ്, മാഗസിൻസ്, ന്യൂസ് പേപ്പേഴ്സ് എല്ലാം നമുക്ക് ഡീക്ലറർ ചെയ്യാവുന്നതാണ്. കിഡ്സിൻ്റെ ടോയ്സൊക്കെ നമുക്ക് ഉപയോഗപ്പെടുന്ന ആൾക്കാരിലേക്ക് എത്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫോണിൽ ഇൻബോക്സിൽ കിടക്കുന്ന ഇമെയിൽസൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ ഒഴിവാക്കുക. ഫോട്ടോസ്, ബ്ലറി ഫോട്ടോസും ആവശ്യമില്ലാത്ത ഒരുപാട് ഫോട്ടോസ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കും. അതെല്ലാം ഈ ഒരു ഇയറിൽ ഒഴിവാക്കി ന്യൂ ഇയറിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. എല്ലാ വർഷവും പുതിയ റെസൊല്യൂഷൻസ് എടുത്ത ശേഷം അത് നടപ്പിലാക്കാതെ പോകുന്ന എത്ര പേരെയാണ് നാം കണ്ടിട്ടുള്ളത്? നമ്മളിൽ തന്നെ മാറ്റങ്ങൾ കൊണ്ടുവന്നാലേ അതിൽ പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ. ഓരോ ദിവസം കഴിയും തോറും നമുക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. പുതുവർഷം തുടങ്ങുമ്പോഴെല്ലാം നമ്മൾ ഏത് കാര്യത്തിലാണോ വളരാൻ ആഗ്രഹിക്കുന്നത് അതിൽ ഫോക്കസ് ചെയ്യുക. കൺസിസ്റ്റൻ്റായിട്ട് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുക. ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ എങ്ങനെ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഡീൽ ചെയ്യാമെന്ന് നമ്മുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക. അതിലൂടെ സെൽഫ് കോൺഫിഡൻസും സെൽഫ് റെസ്പെക്റ്റും കൂടുന്നു. നമ്മൾ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ കറക്റ്റ് ഒരു ഡയറക്ഷൻ ഉണ്ടായിരിക്കുക. ഒരു ദിവസം കൊണ്ട് മാറ്റം വരുത്താൻ സാധിക്കില്ല. ഓരോ ദിവസവും ചെറിയ ചെറിയ ആക്ഷൻസ് എടുക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഡിസിപ്ലിൻ ആയിരിക്കുക. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക. ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.